വനിതാ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലെ 45 പേർക്ക് കൂടി നിയമന ശുപാർശ നൽകി സംസ്ഥാന സർക്കാർ. ആകെ 341 ഒഴിവുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 296 ഉദ്യോഗാർത്ഥികളുടെ നിയമന ശുപാർശ നൽകിയിരുന്നു. ബാക്കിയുള്ള 45 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. നാളെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. 2025 ജൂൺ വരെയുള്ള പ്രതീക്ഷിത ഒഴിവുകളും 64 NJD ഒഴിവുകളും ഉൾപ്പെടെ 341 വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഒഴിവുകളാണ് സേനയിൽ റിപ്പോർട്ട് ചെയ്തത്. 296 ഉദ്യോഗാർത്ഥികളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വൈസ് ചെയ്യുകയും ഇതിൽ 204 ഉദ്യോഗാർത്ഥികളുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ നടന്നുവരികയുമാണ്. ബാക്കിയുള്ള 45 നിയമന ശുപാർശകളാണ് ഇപ്പോൾ നൽകിയത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെയാണ് മുഴുവൻ നിയമന ശുപാർശയും സർക്കാർ നൽകിയത്. വനിതാ പ്രാതിനിധ്യം ഉയർത്തുന്നതിനു വേണ്ടി എല്ലാ ജില്ലകളിലും ബറ്റാലിയനുകളിലും ഉണ്ടാകുന്ന ഒഴിവുകൾ 9:1 അനുപാതത്തിൽ പുരുഷ വനിതാ കോൺസ്റ്റബിൾ നിയമനം നടത്തണമെന്ന സർക്കാർ ഉത്തരവുണ്ട്. 674 ഒഴിവുകളിൽ പകുതിയും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയായിരുന്നു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. നിലവിൽ 13% സേനയിലെ വനിതാ പ്രാതിനിധ്യം. ഇത് ഘട്ടം ഘട്ടമായി 15% ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ നയം. അതേസമയം നിലവിൽ സേനയിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിൽ 2 പേർ ഒഴികെയുള്ള എല്ലാവരും 2002 ശേഷമാണ് സർവീസിൽ പ്രവേശിച്ചത്. ഈ സാഹചര്യത്തിൽ വിരമിക്കൽ മൂലമുണ്ടാകുന്ന പ്രതീക്ഷിത ഒഴിവുകൾ ഉണ്ടാകില്ല. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ഇനിയും ഒഴിവുകൾ ഉണ്ടാകുന്ന പക്ഷം യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിനാവശ്യമായ നടപടിയും സർക്കാർ സ്വീകരിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.